അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ നേരത്തെ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-phase ഇൻഡക്ഷൻ മോട്ടോറിൽ നമ്മൾ ബൈ കണ്ടക്ടിങ് നോ ലോഡ് ആൻഡ് ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ് വി ക്യാൻ ഡിറ്റർമിൻ നോ ലോഡ് ലോസ് ആൻഡ് കോപ്പർ ലോസ്. പക്ഷേ അതേസമയം തന്നെ അറ്റ് ദ സെയിം ടൈം ബൈ കണ്ടക്ടിങ് നോ ലോഡ് ടെസ്റ്റ് ആൻഡ് ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ് വി ക്യാൻ ഡ്രോ ദ ഇക്വലൻറ്റ് സർക്യൂട്ട് ബൈ വി ക്യാൻ predetermine the equivalent circuit. How? That we are going to discuss. അപ്പോൾ നോ ലോഡ് ടെസ്റ്റും ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റും നടത്തിക്കൊണ്ട് നമുക്ക് നോ ലോഡ് ലോസും കോർ ലോസും ഡിറ്റർമിൻ ചെയ്യാം, ഇക്വലൻറ്റ് സർക്യൂട്ട് പ്രീഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുക എന്നുള്ളത് ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ അത് മാത്രമല്ല ഈ ക്വസ്റ്റൻ, ഇതൊരു വലിയൊരു പ്രോബ്ലമാണ്. ഒരു മിനിമം 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കുക. അപ്പോൾ അതിൽ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കൂടെ 8 1 2 ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചേക്കാം. അപ്പോൾ ഇതിപ്പോൾ പഠിക്കാനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. IL ലൈൻ പ്രോബ്ലം ഞാൻ വായിക്കാം കേട്ടോ. for 15 വോൾട്ട് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പേജിൻ്റെ ഫസ്റ്റ് ഹാഫ് അല്ല, സെക്കൻഡ് ഹാഫ്. for 15 വോൾട്ട് 11 kW 50 Hz ഡെൽറ്റ കണക്റ്റഡ് 3-phase ഇൻഡക്ഷൻ മോട്ടോർ ഗേവ് ദ ഫോളോയിങ് ടെസ്റ്റ് റിസൾട്ട്സ്. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അവർക്ക്. for 15 വോൾട്ട് 11 kW 50 Hz ഡെൽറ്റ കണക്റ്റഡ് 3-phase ഇൻഡക്ഷൻ മോട്ടോർ ഗേവ് ദ ഫോളോയിങ് ടെസ്റ്റ് റിസൾട്ട്സ്. എന്താണ് നോ ലോഡ് ടെസ്റ്റ്? എന്താണ് നോ ലോഡ് ടെസ്റ്റ്? for 15 വോൾട്ട് 5.8 4.88 W എന്നങ്ങനെ തരാം. എന്ന് പറഞ്ഞാൽ for 15 വോൾട്ട് എന്ന് പറഞ്ഞാൽ V0, 5.8 ആംസ് എന്ന് പറഞ്ഞാൽ I0, 488 എന്ന് പറയുന്നത് 4.8 എന്ന് ഞാൻ നേരത്തെ വായിച്ച W0 is equal to 488 വാട്ട്. അപ്പോൾ V0 I0 W0 കിട്ടി. ഇനി ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റിൻ്റെ വാല്യൂ 3 വാല്യൂസ് മാത്രമേ തരുള്ളൂ. V0 I0 W0 നമ്മൾ എഴുതണം അവിടെ. അതുകൊണ്ട് V0 I0 W0 ഒന്നും തരില്ല എക്സാമിന്, ചിലപ്പോൾ തരാം, മിക്കവാറും തരില്ല. അതേപോലെ ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റിൽ 3 വാല്യൂസ് തരും. വോൾട്ടേജ്, കറണ്ട്, പവർ. അപ്പോൾ ആദ്യത്തെ VSC 40 വോൾട്ട് VSC, 18.4 ISC, 510 വാട്ട് WSC. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം നോ ലോഡ് ടെസ്റ്റിൻ്റെ പാരാമീറ്റേഴ്സിന് നമ്മൾ കൊടുക്കേണ്ട പേരുകൾ V0 I0 W0. ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റിന് കൊടുക്കേണ്ട പേരുകൾ VSC ISC WSC നമ്മൾ കൊടുക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല, മിക്കവാറും തന്നിട്ടുണ്ടാവില്ല. സ്റ്റേറ്റർ റെസിസ്റ്റൻസ് പെർ ഫേസ് എന്ന് പറയുന്നത് 0.7 Ω. സ്റ്റേറ്റർ റെസിസ്റ്റൻസ് പെർ ഫേസ് എന്ന് പറയുന്നത് 0.7 Ω. അപ്പോൾ നോ ലോഡ് ടെസ്റ്റ് നടത്തിയിട്ട് V0 I0 W0 കിട്ടി. W0 എന്ന് പറഞ്ഞാൽ W1 + W2. എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ W1 W2 അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള റീഡിംഗ് ആണ് ഇവിടെ എഴുതിയേക്കണം കേട്ടോ. അടുത്തത് ഈ W1 W2 ആയിട്ട് തരണിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് വേണം W0 എഴുതാനായിട്ട്. ഇവിടെ W0 ആയിട്ട് നേരിട്ട് തന്നിരിക്കണേ. ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ് അതുപോലെ തന്നെ VSC AC WSC എന്നുള്ളത് W1 + W2 ആയിട്ട് ഇവിടെ കിട്ടണം. ചിലപ്പോൾ W1 W2 ആയിട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് WSC എടുക്കേണ്ടത്. ഓക്കെ. പിന്നെ സ്റ്റേറ്റർ റെസിസ്റ്റൻസ് പെർ ഫേസ് തന്നിട്ടുണ്ട്. for 15 വോൾട്ട് മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 11 kW 50 Hz ഡെൽറ്റ കണക്റ്റഡ് 3-phase ഇൻഡക്ഷൻ മോട്ടർ. അതിലെന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? IL ലൈൻ കറൻറ്റ്, പവർ ഫാക്ടർ, പിന്നെ ഇൻപുട്ട് പവർ, ദെൻ സ്ലിപ്പ്, ദെൻ എഫിഷ്യൻസി, ദെൻ ഡ്രോ ഇക്വലൻറ്റ് സർക്യൂട്ട്. ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കേണ്ടത് ലൈൻ കറൻറ്റ്, പവർ ഫാക്ടർ, ഇൻപുട്ട് പവർ, സ്ലിപ്പ്, എഫിഷ്യൻസി, ഡ്രോ ഇക്വലൻറ്റ് സർക്യൂട്ട്. ഈ കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വലൻറ്റ് സർക്യൂട്ടാണ്. അപ്പോൾ 1 by 1 ആയിട്ട് കാര്യങ്ങൾ നീക്കാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ABCDEF എന്നുള്ള കാര്യത്തിലാണെങ്കിലും പറയാൻ സൗകര്യത്തിന് വേണ്ടി ഞാൻ ആദ്യം ഇക്വലൻറ്റ് സർക്യൂട്ട് എങ്ങനെയാണ് വരയ്ക്കണത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഡെൽറ്റ കണക്റ്റഡ് മോട്ടറാണ്, ഇൻഡക്ഷൻ മോട്ടറാണ്. നോ ലോഡ് ടെസ്റ്റ് പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ് പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആൻസറിലേക്ക് കിടക്കാം. അപ്പോൾ ഡെൽറ്റ കണക്റ്റഡ് മോട്ടറാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കറിയാം ഡെൽറ്റയിൽ VL is equal to V phase, IL is equal to √3 I phase. അപ്പോൾ ആദ്യം VL is equal to V phase, IL is equal to √3 I phase എന്ന് പറയാൻ കാരണം ബിക്കോസ് ഓഫ് ഡെൽറ്റ കണക്ഷൻ. ക്ലിയർ? അപ്പോൾ നമ്മൾ ആദ്യം നോ ലോഡ് ടെസ്റ്റിൻ്റെ വാല്യൂസ് എടുത്തു ലെഫ്റ്റ് സൈഡിൽ. അതായത് ഒന്നും നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ലൈൻ വാല്യൂസ് ആണ്. 3-phase ഇൻഡക്ഷൻ മോട്ടർ ആണല്ല സ്റ്റേറ്റഡ്, അതർവൈസ് ഓൾ ദ വാല്യൂസ് ആർ ലൈൻ വാല്യൂസ്. അപ്പോൾ തൊട്ട് മുന്നിലത്തെ പ്രോബ്ലം നോക്കിക്കോളൂ. നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? for 15 5.8 488 V0 I0 W0 ഓൾ ദോസ് ആർ ലൈൻ വാല്യൂസ്. നമ്മളെല്ലാം ഫേസ് വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫേസ് വാല്യൂ വെക്കാം. വോൾട്ടേജ് എന്ന് പറയുമ്പോൾ VL is equal to V phase. അപ്പോൾ രണ്ടും ഒരേ വാല്യൂ തന്നെയാണ്. അപ്പോൾ 450 എന്ന് പറയുന്നത് ലൈൻ വോൾട്ടുമാണ്, ഫേസ് വോൾട്ടാണ്. ഇനി I0 എന്ന് പറയുന്നത് 5.8 ലൈൻ കറണ്ട്, നമുക്ക് ഫേസ് കറണ്ടാണ് വേണ്ടേ. അപ്പോൾ IL is equal to √3 I phase. അപ്പോൾ I phase എന്ന് പറഞ്ഞാൽ IL by √3. അപ്പോൾ 5.8 by √3. അപ്പോൾ കിട്ടി 3.35 ആംസ്. ഇനി W0 എന്ന് പറഞ്ഞാൽ by √3 അല്ല, by 3. അത് 488 by 3. അപ്പോൾ നോ ലോഡ് ടെസ്റ്റിൻ്റെ V0 I0 W0 ക്വസ്റ്റ്യനിൽ ലൈൻ വാല്യൂസ് ആണ്. അതിനെ ഫേസ് വാല്യൂസ് ആക്കി. ഫേസ് വാല്യൂ ആക്കാൻ കാരണം ഡെൽറ്റ കണക്ഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വോൾട്ടേജ് അങ്ങനെ തന്നെ വരും, ലൈൻ വാല്യൂസ് ഈക്വൽ ടു ഫേസ് വാല്യൂ. കറണ്ട് by √3 വരും, പവർ by 3 വരും. ക്ലിയർ? അതേപോലെ റൈറ്റ് സൈഡിൽ നമുക്ക് ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റിൻ്റെ പാരാമീറ്റേഴ്സിന് നമ്മൾ
ഫേസ് വാല്യൂസിലേക്ക് മാറ്റണം. VSC is equal to 40, കാരണം ക്വസ്റ്റ്യനിലും 40 തന്നെ നോക്കൂ. 40, 18.4, 510 അതെല്ലാം ലൈൻ വാല്യൂസാണ്. അപ്പോൾ വോൾട്ടേജ് സെയിം. കറണ്ടിനെ എന്താക്കിയ ഫേസ് വാല്യൂ ആക്കാനായിട്ട് 18.4 ഡിവൈഡഡ് ബൈ √3 WS is equal to 510/3. അപ്പോൾ അത് കിട്ടി. ഓക്കെ, ഇനി അതൊന്നുകൂടി എടുത്തെഴുതി. എന്ത് ഫേസ് വാല്യൂസ് ആയിട്ട് എടുത്തെഴുതി. നോ ലോഡ് ടെസ്റ്റ് ഫോർ 15 വോൾട്ട് 3.35 ആംസ് 162.67 വാട്ട്. ഫേസ് വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടേ നമ്മൾ ശരിക്കും പ്രോബ്ലം ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് തന്നെ യു നീഡ് ടു കൺവേർട്ട് ഓൾ ദോസ് ലൈൻ വാല്യൂസ് ഇൻ ടു ഫേസ് വാല്യൂസ് ഫസ്റ്റ്. അപ്പോൾ ആ ഇക്വേഷൻസ് നല്ലപോലെ ഓർമ്മയുണ്ടാവണം. അതായത് ഡെൽറ്റയിൽ VL is equal to V phase, IL is equal to I phase ആണ്. ഇനി ബ്ലോക്ക് റോട്ടർ ടെസ്റ്റിൽ അതേപോലെ തന്നെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഫേസ് വാല്യൂസ് അവിടെ വൃത്തിയായിട്ട് ഒന്നുകൂടി എഴുതി. അപ്പോൾ ആദ്യം കാണുന്നത് VSC 40 വോൾട്ട്, ISC 10.62 ആംസ്, WSC 170 വാട്ട്. ഇനി നമ്മൾ വളരെ സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം നോ ലോഡ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പോവുക. എങ്ങനെയാണ് നോക്കൂ. W0 is equal to, ഇപ്പോൾ പവർ 3 ഫേസ് ആണെങ്കിൽ നമ്മൾ അതിനെ പെർ ഫേസ് ആക്കിയതുകൊണ്ട് ഇനി സിംഗിൾ ഫേസിൻ്റെ പെർ ഫേസിൻ്റെ ഇക്വേഷൻ, സിംഗിൾ ഫേസിൻ്റെ ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. P is equal to VI cos phi എന്നാണ്. അപ്പോൾ W0 is equal to V0 I0 cos phi 0. അപ്പോൾ cos phi 0 എങ്ങനെ കണ്ടുപിടിക്കാം. W0 ഡിവൈഡഡ് ബൈ V0 I0. W0ൻ്റെ വാല്യൂ എത്രയാണ് നോക്കൂ. തൊട്ട് മുകളിലേക്ക് നോക്കൂ. 162.67 ഡിവൈഡഡ് ബൈ V0 ഇൻറ്റു I0 3.35 ഇൻറ്റു 415. വളരെ സംശയമുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ cos phi 0 കിട്ടി. എന്ത് കിട്ടി? 0.117. അതിൽ നിന്ന് phi 0 കിട്ടി, കോസ് ഇൻവേഴ്സ്. ഇനിയും IMU കണ്ടുപിടിക്കാം. അപ്പോൾ cos phi, അപ്പോൾ W0 is equal to V0 I0 cos phi 0. 3 ഫേസിൻ്റെ ഇക്വേഷൻ അല്ല, സിംഗിൾ ഫേസിൻ്റെ ഇക്വേഷനാണ്. വളരെ എല്ലാത്തിനെയും കൺവേർട്ട് ചെയ്തു. ഇനി IMU is equal to I0 sin phi 0. IMU is equal to I0 sin phi 0. അപ്പോൾ ആ വാല്യൂ കിട്ടി. എങ്ങനെ I0 sin phi 0 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടണം എന്നുള്ളത്. I0 sin phi 0. phi 0 നമുക്കറിയാം. I0 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് I0ൻ്റെ വാല്യൂ? I0ൻ്റെ വാല്യൂ ആണ് 3.35 ഇൻറ്റു സൈൻ 83.28. അങ്ങനെയാണ് കേട്ടോ. ഒറ്റയടിക്ക് ആൻസർ ചെയ്തിട്ടുള്ളൂ. സ്റ്റെപ്പ് മനസ്സിലാവേണ്ട വേണ്ട. IMU കണ്ടുപിടിച്ചേക്കണത് I0 ഇൻറ്റു സൈൻ ഫൈ 0, സൈൻ ഫൈ 0. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I0ൻ്റെ വാല്യൂ മുകളിലേക്ക് നോക്കുക. I0ൻ്റെ വാല്യൂ എത്രയാണ്? 3.35 ഇൻറ്റു സൈൻ ഓഫ് 83.28. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. ചെയ്ത് നോക്കുക. അവർ നോക്കി വെച്ചാൽ പോരാ, ചെയ്ത് നോക്കണം. 3.327 ആംസ്. ക്ലിയർ? അപ്പോൾ നമുക്ക് IMU കിട്ടി. കഴിഞ്ഞിട്ടില്ല, ഇനി ഇഷ്ടംപോലെ ചെയ്യണം. ഇനി IW കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? I0 cos phi 0. I0ൻ്റെ വാല്യൂ നമുക്കറിയാം. അർത്ഥത്തോളം I0ൻ്റെ വാല്യൂ നമുക്കറിയാം. I0ൻ്റെ വാല്യൂ 3.35 ഇൻറ്റു കോസ് ഓഫ് 83.28. അപ്പോൾ നമുക്ക് I0 ഇൻറ്റു കോസ് phi 0 ആയി കഴിഞ്ഞാൽ IW കിട്ടി. ക്ലിയർ ആയില്ലേ? അപ്പോൾ IMU കിട്ടി, IW. IMU എന്ന് വെച്ചാൽ മാഗ്നറ്റൈസിങ് കമ്പോണൻറ്റ്, IW എന്ന് വെച്ചാൽ വർക്കിംഗ് കമ്പോണൻറ്റ്. ഇനി R0 കണ്ടുപിടിക്കാൻ എന്താ? V0 ബൈ IW. V0ൻ്റെ വാല്യൂ തൊട്ട് മുകളിലുണ്ട്. V0ൻ്റെ വാല്യൂ എത്രയാണ്? 415 ഡിവൈഡഡ് ബൈ IW. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഒരു ആൻസർ കിട്ടി 105 അല്ല 1058.65 ഓം. X0 is equal to V0 by IMU. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 124.737. അപ്പോൾ IMU കിട്ടി, IW കിട്ടി, R0 കിട്ടി, X0 കിട്ടി. ഇനി അടുത്ത് എന്താണ്? ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് പാരാമീറ്റേഴ്സ്. അതും ഫേസ് വാല്യൂൻ്റെ ഇക്വേഷൻ നോക്കണ്ട. P is equal to I squared ആണെന്നുള്ള ഇക്വേഷൻ. അപ്പോൾ മനസ്സിലായില്ലേ? നോ ലോഡ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത് നോക്കുക എല്ലാവരും. W0 cos phi 0. W0 is equal to V0 I0 cos phi 0. അതിൽ നിന്ന് cos phi 0 കിട്ടി, sin phi 0 കിട്ടി. IMU is equal to I0 sin phi 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. വളരെ സിമ്പിളാണ്, കുറച്ച് ലെങ്തി ആണെന്ന് മാത്രമേ ഉള്ളൂ. IW is equal to I0 cos phi 0. then R0 കിട്ടി, then X0 കിട്ടി. then ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ എന്താ നോ ലോഡ് ടെസ്റ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ IMU, IW, R0, X0. ദീസ് 4 വാല്യൂസ് ആർ നോൺ ആസ് നോ ലോഡ് ടെസ്റ്റ് പാരാമീറ്റേഴ്സ്. ഇനി എന്താണ് ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി തരാം. WSC is equal to ISC square R1. ഏത് ഇക്വേഷൻ? P is equal to I squared R. P എന്ന് പറയുന്നത് WSC is equal to ISC squared R01. അപ്പോൾ R01 is equal to WSC divided by ISC square is equal to 170 divided by 10.62 square is equal to 1.51 ohm. അപ്പോൾ R01ൻ്റെ വാല്യൂ കിട്ടി. R01 is equal to R1 plus R2 dash എന്നുള്ള ഇക്വേഷൻ കൂടിയിട്ട് കുറേയൊക്കെ ട്രാൻസ്ഫോർമറിൽ ഇക്വേഷൻ തന്നെയാണ്. R01 is equal to R1 plus R2 dash means R2 dash is equal to R01 minus R1. R01ൻ്റെ വാല്യൂ എത്രയാണ്? 1.51 മൈനസ് R1ൻ്റെ വാല്യൂ എത്രയാണ്? R1ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നോക്കുക. ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ് റെസിസ്റ്റൻസ് പെർ ഫേസ് is equal to 0.71 തന്നിട്ടുണ്ട്. അതിനെയാണ് R1 എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ R01 is equal to R1 plus R2 dash. R2 dash കിട്ടാനായിട്ട് R01 മൈനസ് R1. അപ്പോൾ R01ൻ്റെ വാല്യൂ എങ്ങനെ കിട്ടിയത്? തൊട്ട് മുകളിലുണ്ട്. R1ൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടി. ദെൻ Z01 is equal to VSC by ISC. VSCയും ISCയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. VSC ആൻഡ് ISC ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബ്ലോക്ക് റോട്ടർ ടെസ്റ്റിലെ വാല്യൂസ് ആണ് 40, 10.62. അപ്പോൾ 10.62 ഡിവൈഡഡ് ബൈ
40 ഡിവൈഡഡ് ബൈ 10.62. അപ്പോൾ നമുക്ക് Z01 കിട്ടി. ഇനി X01 എങ്ങനെ കിട്ടുക? Z01 യൂണിറ്റ് ഓം 3.76 ഓം. X01 is equal to root of Z01 square minus R01 square. അപ്പോൾ നമുക്ക് X01 കിട്ടി. അപ്പോൾ Z01 കിട്ടി, X01 കിട്ടി. R01 നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് R01ൻ്റെ വില. അപ്പോൾ R01, Z01, X01 കിട്ടിക്കഴിഞ്ഞാൽ X01 is equal to X1 plus X2 dash. നേരത്തെ മറ്റേ പോലെ തന്നെ R01 is equal to R1 plus R2 dash ആണെങ്കിൽ X01 is equal to X1 plus X2 dash. X1 is equal to X2 dash അങ്ങനെയാണെങ്കിൽ X01 is equal to X1 plus X2 dash. X1 is equal to X2 dash ആണെങ്കിൽ we can write X01 is equal to X2 dash is replaced by X1 plus X1 to X1. അതായത് X1 is equal to X2 dash is equal to X01 by 2. X01ൻ്റെ വാല്യൂ ഇവിടെ കിട്ടി വെച്ചിട്ടുണ്ട് 3.45. അത് ഡിവൈഡഡ് ബൈ 2 is equal to 1.725 ഓം. അപ്പോൾ എല്ലാതുമായി ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് പാരാമീറ്റേഴ്സായി. അപ്പോൾ എന്താണ് ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ R01, X01. R01, X01 കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം WS is equal to IS square R01 എന്ന് R01 കണ്ടുപിടിച്ചു. ദെൻ Z01 കണ്ടുപിടിച്ചു. Z01 അറിഞ്ഞു കഴിഞ്ഞാൽ X01 ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ R01 ഉം X01 ആണ് ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് പാരാമീറ്റേഴ്സ്. നോ ലോഡ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ R0, X0, IMU, IW. ക്ലിയർ എന്ന് പറഞ്ഞ് നോ ലോഡ് ടെസ്റ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ R0, X0, IMU, IW. ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R01, X01. അപ്പോൾ ക്ലിയറായി. ലാസ്റ്റത്തെ ടോപ്പിക്ക് സംശയം വേണ്ട. X01 is equal to X1 plus X2 dash. X1 ഉം X2 dash ഈക്വൽ ആണെങ്കിൽ X1 is equal to X2 dash ആണെങ്കിൽ X01 by 2. ദെൻ അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക. R1, X1, R2 dash, X2 dash. അപ്പോൾ R1, X1 അതാണ് ശരിക്കുള്ള ഇക്വലന്റ് സർക്യൂട്ട്. നമ്മൾ അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് അല്ല വരയ്ക്കേണ്ടത്, എക്സാക്റ്റ് ഇക്വലന്റ് സർക്യൂട്ടാണ് വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ സിംപ്ലിഫൈഡ് ഇക്വലന്റ് സർക്യൂട്ടാണ്. എന്നാലും അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് R1 ഉം X1 ഉം R1 അറിയാം, X1 അറിയാം നമുക്ക്. X1 is equal to X2 dash. R1 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. പിന്നെ R2 dash നമ്മൾ R01 is equal to R1 plus R2 dash R2 dash കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. X1ൻ്റെ വാല്യൂ X2 dash ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഈ അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ട് നോക്കാം. R1, X1. പിന്നെ I0, R0, X0, IMU, IW. R0 കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IW, X0 കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IMU. അപ്പുറത്ത് R2 dash, X2 dash, റൈറ്റ് സൈഡിൽ RL dash. സിംപ്ലിഫൈഡ് ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ R1, X1, R2 dash, X2 dash എന്നുള്ളത് വലിച്ചു നീട്ടി എഴുതുന്നതിന് പകരം R01 is equal to R1 plus R2 dash കണ്ടോ, സിംപ്ലിഫൈ ചെയ്തു. X01 is equal to X1 plus X2 dash. So you have to by approximate equivalent circuit and simplified equivalent circuit. ഇതാണ് ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. അപ്പോൾ അപ്പുറത്ത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ R0, X0, IMU, IW. ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരിക? R01, X01 എന്നുള്ള പാരാമീറ്റേഴ്സ്. അപ്പോൾ അത് സിംപ്ലിഫൈഡ് ഇക്വലന്റ് സർക്യൂട്ടും പഠിക്കണം. ആദ്യം അപ്രോക്സിമേറ്റ് ഇക്വലന്റ് സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്യുന്നതാണ്. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അവിടെ R1, X1, R2 dash, X2 dash സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുന്നത്. ഇവിടെ R01 is equal to R1 plus R2 dash, X01 is equal to X1 plus X2 dash. അപ്പോൾ സിമ്പിളായിട്ട് R01, X01 മാത്രമായിട്ട് എഴുതി. RL dash എന്ന് വെച്ചാൽ ഇക്വലന്റ് സർക്യൂട്ട് റെഫർ ടു ലോ വോൾട്ടേജ് സൈഡാണ്. അപ്പോൾ ലോഡ് എപ്പോഴും സെക്കൻഡറിയിലാണ്, മെഷീൻ അതായത് ട്രാൻസ്ഫോമറിൻ്റെ റോട്ടോറിലാണ്. ട്രാൻസ്ഫോമർ അല്ല, മോട്ടോറിൻ്റെ റോട്ടറാണ് ലോഡിങ് എൻ്റെ എഫക്റ്റ് വരുന്നത്. അപ്പോൾ ലോഡ് ഈസ് ഓൺ സെക്കൻഡറി സൈഡ്, അത് ട്രാൻസ്ഫർ ടു പ്രൈമറി. അതിൽ ഇക്വലന്റ് സർക്യൂട്ട് റെഫർ ടു പ്രൈമറി സൈഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഇക്വലന്റ് സർക്യൂട്ട് റെഫർ ടു സ്റ്റേറ്റർ സൈഡ്. മോട്ടോറിൽ സാധാരണ പ്രൈമറി സെക്കൻഡറി എന്ന് പറയാറില്ല, പക്ഷേ ട്രാൻസ്ഫോമറായിട്ട് കമ്പാരിസൺ ഉള്ളതുകൊണ്ട് വി ക്യാൻ സേ ആൻ ഇൻഡക്ഷൻ മോട്ടോർ ഈസ് എ റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ ഈസ് നോട്ട് റൊട്ടേറ്റിംഗ്, ബട്ട് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് റൊട്ടേറ്റിംഗ്. ദർഫോർ ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ടേംഡ് ആസ് റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോർമർ. അപ്പോൾ RL ഡാഷ് എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസ് ആണ്, അതിലേക്ക് മാറ്റുമ്പോൾ RL ഡാഷ്. അപ്പോൾ RL ഡാഷ് അങ്ങനെ കിട്ടി. RL ഡാഷ് മീൻസ് RL എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസ്, അത് റോട്ടോറിലാണ്, സെക്കൻഡറി ആണ്. മോട്ടോറിൻ്റെ പ്രൈമറിയാണ് സ്റ്റേറ്റർ, മോട്ടോറിൻ്റെ സെക്കൻഡറി ആണ് റോട്ടർ. ഇൻഡക്ഷൻ മോട്ടോർ ഈസ് അണ്ടർസ്റ്റുഡ് ആസ് എ റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോർമർ. സോ ഇതാണ് ഇക്വലന്റ് സർക്യൂട്ട്. അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സ് വളരെ സിമ്പിളായിട്ട് ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വലന്റ് സർക്യൂട്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ അതിന് കുറച്ച് ഇക്വേഷൻസ് കൂടി ബൈഹാർട്ട് ചെയ്യണം. ഈ മുകളിൽ കുറച്ച് ഇക്വേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കാണാപ്പാടം പഠിക്കണം. നമുക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. RL dash is equal to R2 dash into 1 minus S by S. ഈ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യണം, ഒരു നിവൃത്തിയില്ല. P is equal to V squared RL divided by R01 plus RL dash whole square plus X01 square. I2 dash is equal to V by R01 plus RL dash plus JX01. I1 angle phi 1 is equal to I0 angle phi 0 plus I2 dash angle phi 2 dash.
S is equal to R2 dash divided by R2 dash plus RL dash. ഔട്ട്പുട്ട് പവർ ഇസ് ഈക്വൽ ടു I2 dash സ്ക്വയർ ഇൻറ്റു RL dash. ഈ ഇത്ര ഇക്വേഷനുകൾ ബൈ ഹാർട്ട് ചെയ്യാം. ഞാനത് കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യത്തിൽ എഴുതിയിട്ടുണ്ട്, മനസ്സിലാക്കി പഠിക്കാം. RL ഡാഷിൻ്റെ ഇക്വേഷൻ, പിയുടെ ഇക്വേഷൻ, I2 ഡാഷിൻ്റെ ഇക്വേഷൻ, I1 ആംഗിൾ ∅1 ഇസ് ഈക്വൽ ടു I0 ആംഗിൾ ∅0 പ്ലസ് I2 ഡാഷ് ആംഗിൾ ∅2 ഡാഷ്. S is equal to R2 dash divided by R2 dash plus RL dash. ഔട്ട്പുട്ട് പവർ ഇത്ര ഇക്വേഷൻ 1, 2, 3, 4, 5, 6 ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇക്വലൻസ് സർക്യൂട്ടും ഇതും കൂടി എല്ലാം കൂടി 10 മാർക്കിന് ചോദിക്കില്ല. ഒന്നുകിൽ ഇക്വലൻസ് സർക്യൂട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റനാണ് ഈ ഇക്വലൻസ് സർക്യൂട്ട് അല്ലാത്ത ക്വസ്റ്റൻ. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? നമുക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ തുടക്കം നോക്കി കഴിഞ്ഞാൽ അറിയാം. എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് നോക്കൂ. എന്താ IL, പവർ ഫാക്ടർ, ഇൻപുട്ട് പവർ, സ്ലിപ്പ്, എഫിഷ്യൻസി, അതൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പോകുക. അത് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക. ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യണം, അതിൽ നിർത്തിയൊന്നുമില്ല, വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എല്ലാം ഡയറക്റ്റാണ്. P എന്ന് പറഞ്ഞാൽ മോട്ടോറിൻ്റെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 11 kW മോട്ടറാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് പവർ, ഒരു മോട്ടറിൻ്റെ ഇത്ര kW മോട്ടർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവറാണ്. ഇനി പവർ പെർ ഫേസ് ഇസ് ഈക്വൽ ടു 11 kW W ആക്കാനായിട്ട് ഇൻറ്റു 1000 പെർ ഫേസ് ആക്കാനായിട്ട് ബൈ 3, അങ്ങനെയാണ് അത് കിട്ടിയത്. 11 kW ക്വസ്റ്റനിലുള്ളതാണ് കേട്ടോ. ഞാൻ 11 kW ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഔട്ട്പുട്ട് പവറാണ്. പെർ ഫേസ് ആക്കാനായിട്ട് ബൈ 3, 11 × 1000 ബൈ 3. P is equal to V squared RL dash divided by R01 plus RL dash whole square plus X01 square. അപ്പോൾ V squared RL dash divided by R01 plus RL dash whole square plus X01 square. P is equal to, Pയുടെ വാല്യൂ 3,666.67 is equal to V square 415 square into RL dash divided by ഈ R01 പ്ലസ് RL ഡാഷ് ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ A പ്ലസ് B ഹോൾ സ്ക്വയർ എന്നുള്ളത് എങ്ങനെ വരിക? A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ. അപ്പോൾ R01 സ്ക്വയർ പ്ലസ് 2R01 RL ഡാഷ്, അല്ലെങ്കിൽ R01 സ്ക്വയർ പ്ലസ് RL ഡാഷ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2AB. അപ്പോൾ അടിയിൽ R01 സ്ക്വയർ പ്ലസ് RL ഡാഷ് സ്ക്വയർ പ്ലസ് 2R01 RL ഡാഷ് പ്ലസ് X01 ഹോൾ സ്ക്വയർ മീൻസ് X01 സ്ക്വയർ. അതിൽ ഏതിൻ്റെ വാല്യൂ അറിയാത്തത്? വിയുടെ വാല്യൂ അറിയാം, R01ൻ്റെ വാല്യൂ അറിയാം, X01ൻ്റെ വാല്യൂ അറിയാം, പിയുടെ വാല്യൂ അറിയാം. പി എന്ന് പറഞ്ഞാൽ ഏതാ? പവർ പെർ ഫേസ്. അത് 3666.67 is equal to 415 square into RL dash divided by, അത് അടിയിൽ അങ്ങോട്ട് കൊടുത്തു. ഇതിൽ ഓൺലി അൺനോൺ പാരാമീറ്റർ എന്ന് പറയുന്നത് RL dash ആണ്. ഓക്കെ, അത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരിക. അതായത് വെറുതെ A/B is equal to, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 3666.67 ഇൻറ്റു അതിൻ്റെ ഡിനോമിനേറ്റർ is equal to, അതായത് A/B is equal to C ബൈ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 3666.67 ഡിവൈഡഡ് ബൈ 1 is equal to 415 സ്ക്വയർ ഇൻറ്റു RL ഡാഷ് ഡിവൈഡഡ് ബൈ ആ ഡിനോമിനേറ്റർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൽ RL ഡാഷിന് ഒഴികെയുള്ളതിന് ബാക്കി എല്ലാത്തിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ബാക്കി എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ ഇവിടെ R01 ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്നിട്ട് അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ, ക്രോസ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, 3666.67 ഇൻറ്റു അതിൻ്റെ ഡിനോമിനേറ്റർ ഇസ് ഈക്വൽ ടു 415 സ്ക്വയർ ഇൻറ്റു RL ഡാഷ് ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റിൽ വരും RL ഡാഷ്. അപ്പോൾ ഈ AX സ്ക്വയർ പ്ലസ് BX പ്ലസ് C എന്നുള്ളത് പോലെ A ഇൻറ്റു RL സ്ക്വയർ പ്ലസ് B ഇൻറ്റു A ഇൻറ്റു RL ഡാഷ് സ്ക്വയർ പ്ലസ് B ഇൻറ്റു RL പ്ലസ് C എന്നുള്ള ഫോർമാറ്റിൽ വരും. അതിൽ നിന്ന് RL ഡാഷ് കിട്ടും. ആ RL ഡാഷിൻ്റെ വാല്യൂ ആണ് 43.63. RL ഡാഷിൻ്റെ വാല്യൂ ആണ് 43.63. ഇനി I2 ഡാഷ് ഇസ് ഈക്വൽ ടു V ബൈ R01 പ്ലസ് RL ഡാഷ്. ഇനി അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് RL ഡാഷിൻ്റെ വാല്യൂ കിട്ടുക എന്നുള്ളതാണ്. കാരണം നമുക്ക് മെയിനായിട്ട് കണ്ടുപിടിക്കേണ്ടത് കുറേ ഒരു 5-6 കാര്യങ്ങൾ, കറണ്ട്, പവർ ഫാക്ടർ, എഫിഷ്യൻസി മുതലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് തന്നെ പിയുടെ ഇക്വേഷൻ വെച്ചിട്ട് ബൈ യൂസിങ് ദി ഇക്വേഷൻ ഓഫ് പവർ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ലോഡ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി, അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു സ്റ്റേറ്റർ. അപ്പോൾ അത് കണ്ടുപിടിച്ചു, RL ഡാഷ് കണ്ടുപിടിച്ചു. RL ഡാഷ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി I2 ഡാഷ് കണ്ടുപിടിക്കാം. I2 ഡാഷ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല V ബൈ R01 പ്ലസ് RL ഡാഷ് പ്ലസ് JX01. എല്ലാത്തിൻ്റെ വാല്യൂ നമുക്കറിയാം. വിയുടെ വാല്യൂ 415, R01 പ്ലസ് RL ഡാഷിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, പ്ലസ് JX01. എന്നിട്ട് അതിനെ പോളാർ ഫോമിലേക്ക്, കാരണം റെക്റ്റാങ്കുലർ ഫോമാണ് അടിയിൽ, ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പോളാർ ഫോമിലേക്ക് ആയിട്ട് ആൻസർ കൊണ്ടുവരണം. ഇത്ര ആംഗിൾ ഇത്ര, I2 ഡാഷ് ആംഗിൾ ∅2 ഡാഷ്. അപ്പോൾ I2 ഡാഷിൻ്റെ വാല്യൂ എത്രയാണ്? 9.168 ആംഗിൾ ∅2 ഡാഷിൻ്റെ വാല്യൂ മൈനസ് വന്നോളും, നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കൊന്നും വേണ്ട. ഇനി വേറൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചത് എവിടെ പഠിച്ച് വെച്ചിട്ടുണ്ട് നോക്കൂ. I1 ആംഗിൾ ∅1 is equal to I0 ആംഗിൾ ∅0 പ്ലസ് I2 ഡാഷ് ആംഗിൾ ∅2 ഡാഷ്. I1 ആംഗിൾ ∅1 is equal to I0 ആംഗിൾ ∅0 പ്ലസ് I2 ഡാഷ് ആംഗിൾ ∅2 ഡാഷ്. അതിൽ എല്ലാതും അറിയാം നമുക്ക്. I1 അറിയാം, I1 ആംഗിൾ ∅1 is equal to, I1 ആംഗിൾ ∅1 അറിയില്ല. അപ്പോൾ നമുക്ക് I1 ആംഗിൾ ∅1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി റൈറ്റ് സൈഡിലുള്ളത് കംപ്ലീറ്റ് അറിയാം. I0 അറിയാം, ∅0 അറിയാം. എങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുണ്ട്? cos ∅0 പോലത്തെ ∅0, I0 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. I2 ഡാഷ് നമ്മളിപ്പോൾ അത് കണ്ടുപിടിച്ച് വെച്ചു. ∅2 ഡാഷ് എന്ന് പറയുന്നത് 9.168 ആണ്.
9.168 ആണ് I2 ഡാഷ്, -4.37 ആണ് φ2 ഡാഷ്. I0 നോ ലോട്ടസ്റ്റ് പാരാമീറ്റർ V0 I0 W0 I0 cos φ 0ൻ്റെ കോസ് ഇൻവേഴ്സ് ആണ് φ0. അപ്പോൾ എല്ലാം കിട്ടുമ്പോൾ നമുക്ക് കിട്ടും I1 ആംഗിൾ φ1 കിട്ടും. അത് വെറുതെ കാൽക്കുലേറ്ററിൽ അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ I1ൻ്റെ വാല്യൂ 10.349 ആംഗിൾ φ1ൻ്റെ വാല്യൂ -22.89. എസ് കിട്ടാനായിട്ട് R2 ഡാഷ് ഡിവൈഡഡ് ബൈ R2 ഡാഷ് പ്ലസ് RL ഡാഷ്. R2 ഡാഷിൻ്റെ വാല്യൂ അറിയാം, നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. R01 = R ചെയ്ത് നോക്കിയില്ലെങ്കിൽ കിട്ടുന്നുണ്ട്. എല്ലാം കൂടി പറയുമ്പോൾ വളരെ കൺഫ്യൂഷനായി വലിയ പ്രോബ്ലം ആണെന്നുള്ള ഫീലൊന്നും ഉണ്ടാകുന്നവർക്കും കുറച്ച് വലിയ പ്രോബ്ലം തന്നെയാണ്. പക്ഷേ വലിയ പ്രോബ്ലം എന്നുള്ള ഫീൽ ഉണ്ടായിക്കോട്ടെ, പക്ഷെ മനസ്സിലാവില്ല എന്നുള്ളതാണ്. കുറച്ച് 5-6 ഇക്വേഷൻസ് പഠിക്കണം എന്നുള്ള ഒറ്റ വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ 10 മാർക്കിൻ്റെ ക്വസ്റ്റനാണ് നിങ്ങൾ ആലോചിക്കണം. S = R2 ഡാഷ് ഡിവൈഡഡ് ബൈ R2 ഡാഷ് പ്ലസ് RL ഡാഷ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.018, അതിനെ പെർസെൻറ്റേജിലേക്ക് ആക്കുമ്പോൾ 1.8%. ഇനി നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് എല്ലാം വേണ്ട പാരാമീറ്റേഴ്സ് വെറുതെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. IL = √3 × I phase. I phase നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. IL = √3 × I phase. പവർ ഫാക്ടർ ഈ 10.349 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? 10.349 തുടക്കത്തിൽ തന്നെയുണ്ട്, നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതിന് 10.349. ഇതാ I1 ആംഗിൾ φ1. I1 ആംഗിൾ φ1 കണ്ടുപിടിച്ച് വെച്ചിട്ട് ആ I1ൻ്റെ വാല്യൂ ആണ് 10.349. I0 ആംഗിൾ φ0 പ്ലസ് I2 ഡാഷ് ആംഗിൾ φ2 ഡാഷ് കിട്ടിയിട്ടുള്ള ഈ പേജിൻ്റെ തുടക്കത്തിലുള്ള ആൻസർ. അപ്പോൾ അതാണ് I1, അത് ലൈൻ വാല്യൂ ആണ്, അത് × √3. ഇനി പവർ ഫാക്ടർ cos ഓഫ് -φ1. I1 ആംഗിൾ φ1 ആണ്. അപ്പോൾ I1ൻ്റെ വാല്യൂ 10.349 φ1ൻ്റെ വാല്യൂ -22.89. അപ്പോൾ cos ഓഫ് φ1 cos ഓഫ് 22.89, അതായത് 0.921. ഇനി ഇൻപുട്ട് പവർ കണ്ടുപിടിക്കാനായിട്ട് V1 I1 cos φ1. V1 എത്രയാണ്? 415 വോൾട്ട്. I1 ആംഗിൾ φ1 I1 ഇൻറ്റു കോസ് ഓഫ് cos φ1 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് × 3. അപ്പോൾ അത് കിട്ടി. സ്ലിപ്പ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചു, കഴിഞ്ഞു. അപ്പോൾ ലൈൻ കറണ്ട്, പവർ ഫാക്ടർ, ഇൻപുട്ട് പവർ, സ്ലിപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R2 ഡാഷ് ഡിവൈഡഡ് ബൈ R2 ഡാഷ് പ്ലസ് RL ഡാഷ്. അപ്പോൾ അതെല്ലാം കിട്ടി. ഇത്രയും കാര്യങ്ങളാണ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്തെങ്കിലും ഡൗട്ടുകളും ചോദിക്കുക, മനസ്സിലാണ്ടാവുന്ന ചോദിക്കുന്നു. IL = √3 × I phase. I phase എന്ന് പറയുന്നത് I1 ആംഗിൾ φ1 I1. പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഓഫ് φ1ൻ്റെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോസൈൻ വാല്യൂ എടുത്തു. ഇൻപുട്ട് പവർ V1 I1 cos φ1 × 3 എടുക്കാൻ കാരണം ഇത് പവർ പെർ ഫേസാണ്, ടോട്ടൽ ആകുമ്പോൾ × 3. ദെൻ S = 1.8, അത് സ്ലിപ്പ്. ഓക്കെ, പിന്നെ ഇക്വലൻറ്റ് സർക്യൂട്ട് ഓൾറെഡി വരച്ചു കഴിഞ്ഞു, നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ.